ഇപ്പോൾ ഈസാ നബി മഹദി ഇമാമും ഒക്കെ വന്നാൽ കുറച്ചും കൂടി അറിയും. എന്നാലും അവർക്കും അറിയാത്തത് അവർക്കറിയും. റസൂലുള്ളാഹിക്ക് അറിയും. റസൂലുള്ളാഹിക്ക് അറിയുന്നത് പൂർത്തിയായി ഈ ലോകത്തിലൊക്കെ അറിയില്ല. ഇപ്പം നമ്മൾക്ക് ഖുർആനിൽ നിന്ന് നമുക്ക് അറിയുന്ന തഫ്സീറുകളൊക്കെ അറിയും. ഇനി അതിനേക്കാൾ ഉള്ള ഒരാളിന് ഇവിടെ വരും. ആര് വരും? മഹദി ഇമാമു വന്നാൽ കുറച്ചുകൂടി പറഞ്ഞുതരും, ഈസാ നബി വന്നാൽ പറഞ്ഞുതരും. പക്ഷെ അവർക്കും അറിയാത്തതും ആർക്കറിയും? റസൂലുള്ളാഹിക്ക് അറിയും. അവരൊന്നും കട്ടയില്ല. റസൂലുള്ളാഹി കൊടുത്താൽ കുറച്ച് ഏറെ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിനെ പിൻപറ്റിയാണ് ഈ അടിസ്ഥാനപരമായി വേണ്ടത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിനെ പിൻപറ്റുക. റസൂലുള്ളാഹി അതന്നെ അതിനപ്പുറം ഒന്നുമില്ല. ആ ആളെ ഒരു ആമിന പ്രസവിച്ച യതീമായ കുട്ടീനെ മനസ്സിലാക്കിയാൽ നിനക്ക് ദീനില്ല. അതന്നെ ഇപ്പോൾ ചില കള്ളന്മാർക്ക് വരണം. ഒരു ഖുർആൻ അർത്ഥം വെക്കും. ആരെ പിൻപറ്റൂല? റസൂലുള്ളാഹിനെ പറ്റൂല. ഖുർആൻ പഠിക്കേണ്ട ഒരു നിർബന്ധമില്ല. ആരെ പിൻപറ്റൽ നിർബന്ധമാണ്? ഖുർആൻ പഠിക്കുന്ന ഒരു നിർബന്ധമില്ല. കൈകൾ വിളിച്ചാൽ മതി. നബിയെ പിൻപറ്റൽ നിർബന്ധം. ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒരാൾ നബിയെ പിൻപറ്റി ഒന്നും പഠിച്ചില്ല, ഒരു കുഴപ്പമില്ല. ഒരാൾ എല്ലാം പഠിച്ചു, നബിയെ പിൻപറ്റി, കാഫിറ. ഒരാൾ നബിയെ പിൻപറ്റി ഖുർആൻ പഠിച്ചില്ല, മുഅ്മിന. ഒരാൾ ഖുർആൻ പഠിച്ചു, നബിയെ പിൻപറ്റിയില്ല, കാഫിറ, പക്ക കാഫിറ. അപ്പോൾ മർമ്മം എവിടെയാണ്? നബിയാണ്, മുഹമ്മദ്. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. എന്ന് നേരത്തെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അല്ലാഹു യാ റഹ്മാനു യാ ഹയ്യു വഹിബി അഖിം ബി അർകാനൽ ദീനിക ദഖ്തിഫാ. 60-ാമത്തെ പേജിൽ ലാസ്റ്റ് നിന്ന് 4-ാമത്തെ വരി. അല്ലാഹു യാ റഹ്മാനു യാ ഹയ്യു വഹിബി അഖിം ബി അർകാനൽ ദീനിക ദഖ്തിഫാ. അള്ളാഹുവേ, റഹ്മാനെ, ഹയ്യേ, വാഹിബായ റബ്ബെ, അഖിംബി, എന്നെ കൊണ്ട് നീ നിലനിർത്തണം. അർക്കാനൽ ദീനിക, നിന്റെ ദീനിന്റെ സ്തംഭങ്ങളെ, എന്നെ തുടരാവുന്ന നിലയിൽ എന്നെ കൊണ്ട് നിലനിർത്തുകയും എന്നിൽ നിന്ന് ജനങ്ങൾ ദീൻ മനസ്സിലാക്കുവാണ്. അതിൻ്റെ 2-ാം ഭാഗമാണ് ഈ തവൈത്തു. ഞാൻ ചുരുട്ടിയിട്ടുണ്ട്. വസഹൽത്തു, ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. അത്വരീഖ, വഴിയെ, ഇലൽ ഹഖ്, സത്യത്തിലേക്ക്. ലികുല്ലി മുരീദിൽ വസ്ലി ലിൽ ഹഖ്, ഹക്കിലേക്ക് ചേരണമെന്ന് ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ബിൽ ഹക്ക്, ഹക്കിലൂടെ ഹക്കിലേക്ക് ചേരണം എന്നാരൊക്കെ ഉദ്ദേശിക്കുന്നോ അവരെൻ്റെ പിന്നാലെ വന്നാൽ മതി. ഹക്കിലൂടെ ഹക്കിലേക്ക് ചേരണം. ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗം നന്നാവണം. മാർഗം എങ്ങനെയാലും ലക്ഷ്യം നന്നായാൽ മതി എന്ന് കമ്മ്യൂണിസം. ലക്ഷ്യം നന്നാവും, ലക്ഷ്യം ക്ലിയർ ആയാൽ മതി, മാർഗം എന്തായാലും വേണ്ടില്ല. അങ്ങനെ. അതായത് ഇസ്ലാം അങ്ങനെയല്ലേ. ഇസ്ലാമിൽ ലക്ഷ്യം നന്നാകണം, മാർഗവും നന്നാവണം, എല്ലാം നന്നാവണം. ചില മാർഗത്തിൽ ഒരാൾ ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിലും അയാൾക്ക് പ്രതിഫലം കിട്ടും. എന്തിലായല്ലോ, നല്ല മാർഗത്തിലായി. അവിടെ എത്തിയാലും വഴിയിലെത്തിയില്ലേലും വേണ്ടില്ല. പിന്നെ അവിടുന്ന് വഴിയിൽ വീണ് നടക്കണവരൊക്കെ തിരഞ്ഞ് പിടിക്കാൻ ആൾ വരും, അപ്പോഴെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ തൊവൈത്തു, ഞാൻ ചുരുട്ടി, വസഖൽത്തു, ഞാൻ എളുപ്പമാക്കി, അത്വരീഖ, വഴിയെ, ഇലൽ ഹഖ്, സത്യത്തിലേക്കുള്ള വഴിയെ. ആർക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്? ലികുല്ലി മുരീദിൽ വസ്ലി ലിൽ ഹഖ്, ഹക്കിലേക്ക് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്ദേശക്കാരനും, എന്തിലൂടെ ചേരണം? ബിൽ ഹഖ്, ഹക്കിലൂടെ ചേരണം എന്ന് ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും വഴിയെ ഞാൻ ചുരുട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നെ പഠിച്ചാൽ മതി, എന്നെ മാത്രം പഠിച്ചാൽ മതി. ഉസ്താദ് പറയുമായിരുന്നു, 1000 കിതാബ് പഠിക്കുന്നതിനേക്കാൾ നല്ല കണ്യത്തിന് പോയി 2-3 ദിവസം നടക്കണം. 1000 കിതാബിന് മേലെ. കാരണം ആ കിതാബൊക്കെ ഇവിടെ ഉണ്ട്. കിതാബ് പഠിച്ച് തീരണമെങ്കിൽ ആയുസ് വേണം. അതിന് 2-3 ദിവസം ആരെ പിന്നാലെ കൂടുക? കണ്യത്തിന് പിന്നാലെ കൂടുക. ഇതന്നെയാണ് മുരീദ്, ഇതിനാണ് മുരീദ്, ഇതിനെ മുരീദ് അറിയാം. എടാ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ബാബാന്റെ മുതുകിന്ന് കുത്തുബായി വന്നതാണെങ്കിൽ നബി സാധുവായി ഇറങ്ങും. ബാബ മുതുകിന്ന് കുത്തുബായി വന്നതാണ് ആര് എന്ന് നിങ്ങൾ സുന്യാളെങ്കിലും അത് അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുമല്ലോ, അതിനാണല്ലോ ഇപ്പം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങളത് അംഗീകരിക്കേണ്ട വരില്ലോ. അതൊന്നും ഞങ്ങൾ ഇനി അംഗീകരിക്കില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾ മുൻഗാമികളെ തള്ളി പറയണം. ആ കളി നടക്കൂല. 2 കളിമ കളിച്ചാൽ നിങ്ങളെ കഥ ഞാൻ തീർക്കും. നിങ്ങൾക്ക് പൂതിൻ്റെ 2 കളിമ കളിക്കാൻ നടക്കൂല. നാഹലി എത്രാമത്തെ ആയത്? എടുക്ക് പെട്ടെന്ന് എടുക്ക്. നാഹലി ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നാഹലി പെട്ടെന്ന് ആയിക്കോട്ടെ. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മാ നുസില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടതിനെ. എന്നാ പിന്നെ അവർക്കാണ് കൊടുത്തോളൂ. അവർക്ക് കൊടുത്താൽ പറ്റൂല.
യുദുല്ലു ബിഹി കസീറൻ, അവർ പേച്ചു. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇത് അവർക്കാണ്, അവർക്കുള്ളതാണ്. പക്ഷെ അവർക്കുള്ളത് അവർക്ക് കൊടുത്താൽ അവർ ജീവൻ പോവും. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, വളരെ ഭാരപ്പെട്ട വാക്കുകൾ അതൊക്കെ, അത് വഹിക്കാൻ അവർക്ക് കഴിയില്ല. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. بالبينات وأنزلنا إليك الذكر لتبين للناس ما نزل إليهم. 44-ാമത്തെ ആയത്ത് നഹൽ അധ്യായം. وأنزلنا إليك الذكر, അങ്ങയിലേക്ക് ഇത് ഇറക്കി തന്നത് ലിതുബയ്യിന ലിന്നാസി, ഈ ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടത് അങ്ങ് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങയിലേക്ക് ഇറക്കി തന്നത്. എന്തിനാ പറഞ്ഞത്? വഅൻസൽനാ ഇലൈക ദിക്റ, ഈ സത്യസന്ദേശത്തെ നാം അങ്ങയിലേക്ക് ഇറക്കി. ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടത് അങ്ങ് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങയിലേക്ക് ഇറക്കി. അപ്പൊ ആരിലേക്ക് ഇറക്കപ്പെട്ടാണ്? ജനങ്ങളിലേക്ക്. ഇറക്കിയത് ആരിലേക്കാ? അങ്ങയിലേക്ക്. അങ്ങക്കോ? അങ്ങ് നോക്കാൻ നാണ്ട് ആവശ്യമില്ല. ജീവിതത്തിൽ ഖറാത്ത് മുഹമ്മദ് മുസ്തഫ ചെയ്ത് പറയും. 40 നുബുവത്ത് കിട്ടിയതിന് മുമ്പ് ജിബ്രീൽ വന്നപ്പോൾ നബി തല കൈയടിച്ചു. ഇതൊക്കെ പഞ്ചത്ത് പറ്റിപ്പോയി പറഞ്ഞു. അത് ഖുർആന്റെ കട്ടയല്ലേ? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്നാൽ ഖുർആന്റെ കട്ടയാണ്. ഖുർആന്റെ കട്ടയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ രണ്ടാമത്തെ അർത്ഥം വെക്കാം. വഅൻസൽനാ ഇലൈക ദിക്റ, ഈ ഉത്ബോധന സന്ദേശം അങ്ങയിലേക്ക് ഇറക്കി. രണ്ടാമത്തെ അർത്ഥം വെക്കാം. രണ്ടാമത്തെ അർത്ഥം വെച്ചോ, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അർത്ഥം. ലിതുബയ്യിന ലിന്നാസ്, അങ്ങ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. മനസ്സിലേയും അവരുടെ അളവിന്, അതായത് അവരുടെ അളവ് അങ്ങ് ഇതേന്ന് കൊടുക്കുക. അവരുടെ അളവിലും അല്ലാത്ത അങ്ങയുടെ കയ്യിലുണ്ട്. ഈ ദിക്റിൽ ഒരുപാടുണ്ട്. എല്ലാം കൂടി ആരറിയേണ്ടതല്ല, ജനങ്ങൾ അറിയേണ്ട, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. രണ്ടാമത്തെ അർത്ഥം അത് മനസ്സിലായി പറഞ്ഞത്. ഇവിടെ 2 ഇൻസാൽ പറഞ്ഞു. വഅൻസൽനാ ഇലൈക ദിക്റ, ഈ സത്യസന്ദേശം അങ്ങയിലേക്ക് ഇറക്കി. അത് കട്ടയിൽ തന്നെ അങ്ങയിലേക്ക് ഇറക്കി. ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് അങ്ങ് വിവരിച്ചു കൊടുക്കണം. മാ നുസില ഇലൈഹിം, അവർക്കുള്ള അളവിനെ. ഇതിൽ അവർക്കുള്ളതുണ്ട്, ആ അളവ്. എല്ലാം കൂടി. ഇപ്പൊ സതീശനാണ് മുഖ്യമന്ത്രി എങ്കിലും എല്ലാ വകുപ്പും മന്ത്രിമാർക്ക് കൊടുക്കുമോ? എല്ലാ വകുപ്പും അയാളെ നിക്ഷിപ്തനെ, കൊടുക്കാത്ത വകുപ്പൊക്കെ അയാൾ തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ഇല്ല അല്ലേ? അങ്ങനത്തന്നെയല്ലേ? എന്തുകൊണ്ട്? ആ കട്ട എന്നും വേറെ ആൾക്ക് കൊടുത്തില്ല. ആ കട്ട പിണറായിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. വിതരണം ചെയ്യാത്തൊക്കെ ആരിലുണ്ടാവും? മുഖ്യമന്ത്രി. എന്താണ് ഇതെന്താ മനസ്സിലാക്കത്ത്? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ഇതിലെന്തൊക്കെയുള്ളത്? ഇതിലെല്ലാം ഉണ്ട്. ഇതിൽ എല്ലാം എന്തെന്ന് ചോദിക്കരുത്, എല്ലാം ഉണ്ട്. ജനങ്ങൾക്കെല്ലാം ഇല്ല, ജനങ്ങൾക്കത് അറിയാനും പറ്റൂല. ജനങ്ങൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിമാർക്കൊക്കെ കഴിഞ്ഞു. ഒരു 150 മന്ത്രി എല്ലാവർക്കും പോകും. പിന്നെ മുഖ്യമന്ത്രിക്ക് എന്ത്? മുഖ്യമന്ത്രിക്ക് പണിയുണ്ട്. മന്ത്രിമാരെ കുറക്കുന്നതാണ് ആരുടെ വിളവ്? മുഖ്യമന്ത്രിയുടെ മാത്രം മന്ത്രിമാരെ കുറക്കലാണ്. എത്ര കുറച്ചോ അത്രയും അയാൾ അധികാരം കേന്ദ്രീകരിക്കപ്പെടും. അധികാരം അയാളിലായിരിക്കും. കാര്യമായ വകുപ്പൊന്നും ആർക്കും കൊടുത്തില്ല. എന്തേ? നിങ്ങൾക്ക് അത്ര മതി. മനസ്സിലാണ്ട് പറഞ്ഞത്? ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ലിതുബയ്യിന ലിന്നാസി മാ നുസില വഅൻസൽനാ ഇലൈക ദിക്റ, ഈ സത്യസന്ദേശത്തെ അങ്ങയിലേക്ക് ഇറക്കി.
ഇതെങ്ങനെ ഇറക്കി? മൊത്തമായിട്ട് ഇറക്കി. ഇനി ഇതിൽ ജനങ്ങൾ അറിയേണ്ടതുമുണ്ട്, ജനങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ലിതുബയ്യിനലിന്നാസ് അന്ന് വിശദീകരിച്ചു കൊടുക്കണം. മാനുസിലെയും അവരിലേക്ക് ഇറക്കപ്പെട്ട അവരുടെ ഭാഗധേയം അതിൻ്റെ അപ്പുറം പറയണ്ട. പിന്നെ അതിനെ മദ്രസ പഠിപ്പിക്കണം. ഓമന മുഹമ്മദിനെ ഓത്തിന് അയച്ചില്ല. ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ആ പാട്ട് എഴുതിയത്. ഇത്രയാണ് പാട്ട്. ഓമന മുഹമ്മദ് ഓത്തിന് അയക്കാൻ വേണ്ടി ഏതോത്ത്? മുഖ്യമന്ത്രിയും പിന്നെ എന്താ പറയുക വൈദ്യുതി മന്ത്രിൻ്റെ പിന്നെ KSEB വെച്ച് ബില്ല് അടക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ക്യൂവിൽ നിൽക്കി. വൈദ്യുതി വകുപ്പ് വിദ്യുച്ഛക്തി മന്ത്രിൻ്റെ കയ്യിലാണ്. മനസ്സിലായില്ലേ? ആ ക്യൂവിൽ മുഖ്യമന്ത്രി നിന്നാൽ പിന്നെ അയാൾക്ക് എന്ത് വിലയുള്ളു? അയാൾക്ക് ബില്ലുമില്ല, കണയില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി തന്നെ. എന്താണ് ആയത്തിൻ്റെ ഒരു അർത്ഥം? അപ്പം ഈ ഘട്ടങ്ങളിലേക്ക് ഇറക്കി തന്നു. നിങ്ങൾ ബാക്കി കുറച്ചുകൂടി പറഞ്ഞു കൊടുത്തു. ബാക്കി അവരറിയേണ്ട കാര്യം അല്ല, പ്രത്യേകിച്ച് ഇവിടുന്ന് അറിയേണ്ടതേ അല്ല. മനുഷ്യർ ചെന്നപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഗൗതറിൻ്റെ ചെന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് ചില രഹസ്യങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നബി എന്തിത് അവിടെ നിന്നൊക്കെ പറയാൻ സാരല്ല അതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കൂല, നിങ്ങളങ്ങനെ കടന്നുറങ്ങും. റമദാൻ മാസത്തിൽ തന്നെ ദോഷം പുറത്തിട്ട് പോയി നമുക്ക് ശവ്വാലിൽ പള്ളിയിലാണില്ല. റമദാൻ മാസത്തിൽ പുറത്ത് പോയിട്ട് നിസ്കരിക്കുക അവസാനത്തിൽ മഴയ്ക്ക്. അതേ സമയത്ത് ശവ്വാലിൽ ബാങ്ക് കൊടുത്താൽ ഇടക്കിടക്ക് മുക്കരി എന്ന് വന്നാണ് നോക്കും. 40 ആൾ കഴിഞ്ഞോ. മിക്കവാറും പള്ളി അങ്ങനെയാണ്. കാരണം ഉള്ള ദോഷങ്ങളൊക്കെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞുകൂടാ എല്ലാ ദോഷം പുറത്തു. പിന്നെ ഇനി പൊറുക്കാനും ഇല്ലല്ലോ. പുറത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ പൊറുക്കണം? 40 മാങ്ങാനും മാവുമ്പോൾ വീണമെങ്കിൽ 40 പൊറുക്കിയിട്ടുണ്ടെങ്കിൽ ഇനി കുമ്പിടുന്ന വെറുതെ അല്ലേ? 39 മാങ്ങയെ പൊറുക്കിയിട്ടുള്ളെങ്കിൽ ഒരു കുമ്പിടലും കൂടി കുമ്പിട. 40 മാങ്ങയെ പൊറുക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ പൊറുക്കണം. അപ്പം ഇനി വല്ലതും ഉണ്ടാകണമല്ലോ. തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ചില കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരില്ല. എന്തുകൊണ്ട് പറഞ്ഞു തരില്ല? നമ്മളെ നന്മക്കതായിരിക്കും പറഞ്ഞു തരാതിരിക്കൽ നന്മ. ഇതൊക്കെ നബിക്കറിയും. ഈ സദുപദേശത്തിന്റെ കട്ടാങ്ങിലേക്ക് ഇറക്കി. അപ്പം മാനുസില ഇലൈഹിയും ഉണ്ട്. പിന്നെ മാനുസിലയിലെയും അവരിലേക്ക് ഇറക്കപ്പെടാത്തതും ഉണ്ട്, അവരിലേക്ക് ഇറക്കപ്പെട്ടതും ഉണ്ട്. ഇതിൽ അവർക്കുള്ളതുണ്ട്, മറ്റുമുണ്ട്. അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ഒരു പെട്ടി ഒന്നിച്ചൊന്ന് കൊടുന്നു ഇവിടെ എൻ്റെ ചെവി പറഞ്ഞു, എന്ത് ഇതിൽ കുറച്ച് ഉണ്ണിയപ്പം നെയ്യപ്പുണ്ട്, അത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം. പിന്നെ ഞാൻ പിന്നെ കുറച്ച് നെയ്യിൽ പൊരിച്ച് മൈസൂർ പാക്ക് വേറിട്ട് വാങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾ വരിയെ കൊണ്ടുപോയാൽ മതിട്ടാ എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ പിന്നെ എല്ലാം കൂടി ഇവിടെ നിന്ന് ഞാൻ പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ല? നിങ്ങൾക്കുള്ള അളവ് എന്താണ്? നിങ്ങൾക്ക് ഈ പഴയ എണ്ണയിലുള്ള ഉണ്ണിയപ്പം നെയ്യപ്പം തിന്നാനുള്ള ഭാഗ്യമുള്ളൂ. ഇത് പയ്യൻ എന്നാസി മനസ്സിലേ. മറ്റേതോ വേറെ സ്പെഷ്യൽ പാക്കാ, അത് ഇവിടെ വിതരണമല്ല. പക്ഷെ ഈ പെട്ടി ഒന്നിച്ച് അള്ളാഹു തന്നെ ഇറക്കി കൊടുത്തു. ഞാൻ ഇത് എനം തിരിച്ചു കൊടുക്കേണ്ടത് ആരാണ്? റസൂലാണ്. റസൂൽ അള്ളാഹുവിൻ്റെ നിഴലില്ലാത്ത റബ്ബിൻ്റെ നിഴലാണ്. ആ നബിക്കും നിഴലില്ല. ഒരു നിഴലില്ലായ്മയാണ് അവിടെ കണ്ടത്. നിഴലില്ലാത്ത റബ്ബിന് നിഴലില്ലാത്ത നബിയാണ് മുഹമ്മദ്. യാ സുബ്ഹാന ജല്ല വഅല. അള്ളാഹുവിൻ്റെ നിഴലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ്റെ വെളിച്ചം നീ ചന്ദ്രനിൽ കണ്ടതുപോലെയാണ് മുഹമ്മദ്. സുബ്ഹാന ജല്ല വഅല. മനസ്സിലാണ്ട് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ. അപ്പോൾ ഇതന്നെ. അപ്പോൾ ഇവർ ഞാനിപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞെന്നറിയോ, ഇവർക്ക് അങ്ങനെ കുറേ ആളുകളുണ്ട്, അവർക്ക് ഇവിടെ വെച്ച് നന്നാവേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെ നോക്കി അവർക്ക് തെറ്റ് ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയൂല. അത് അവിടുന്ന് നന്നായി പോന്നു. അതെന്താണ് അങ്ങനെ? അതൊക്കെ അതിന് വേറെ പഠിപ്പാണത്, എനിക്കറിയൂല. ഞാൻ ഇപ്പോൾ പറഞ്ഞോന്നേ ഉള്ളൂ. ആ പഠിപ്പെങ്ങനെയെന്ന് എനിക്കറിയില്ല. ചില ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല.
കഅബാലയത്തിലേക്ക് കല്ല് ചുമക്കുന്ന വേളയിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് ചുമക്കുക. അവ ചുമലിലാണ് കല്ല് ചുമക്കുന്നത്, കുട്ടിയാണ്. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു, മോനെ എൻ്റെ മുണ്ടെടുത്ത് തോളിൽ വെച്ചില്ല. അപ്പം ആരോ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണി അഴിക്കാൻ വേണ്ടി ഒരുങ്ങനോടുകൂടെ, മുണ്ടഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതോടുകൂടെ ഫതഹ ഫിൽ അർളി, അപ്പം വീണുപോയി. അപ്പോൾ ആളുകൾ ഓടിക്കൂടി, കുട്ടി ബോധം കിട്ടും. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ ഔറത്തൊരൊക്കെ കാണാൻ പറ്റൂല. ആ കുട്ടിയുടെ ഔറത്തൊരൊക്കെ കാണാൻ പറ്റൂല. 10 കൊല്ലം ഞാൻ നബിയുടെ ഭാര്യയാണ്, മറഅയ്തു മിന്നി റസൂലുള്ളാഹിന്റെ ഔറത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. യാ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ്റെ ഔറത്തൊരൊക്കെ കാണാൻ പറ്റൂല. അങ്ങനെയാണത്. ഒരാൾ കണ്ടിട്ടില്ല. ഞാൻ നബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. ആര് പറയാ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബി പറയാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഔറത്ത് കണ്ടിട്ടില്ല, കാണാൻ പറ്റൂല എനിക്ക്. അവിടുത്തെ ഏറ്റവും വലിയ കേന്ദ്ര കഥാപാത്രമാണ് മക്ക അങ്ങാടിയിൽ ഈ കുട്ടി. അത്രയും നല്ല, എല്ലാവരും അംഗീകരിക്കുന്ന കുട്ടിയാണ്. തമ്മാടിക്കൂട്ടത്തിൻ്റെ നടുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന നല്ലവനായ കുട്ടിയാണ്. ആ കുട്ടിയുടെ വസ്ത്രം ആരോ പിടിച്ചിട്ടുള്ളപ്പോൾ ഇതിന് കുട്ടി വീണുപോയി, പിന്നെ ബോധരഹിതനായി. അത് കാണാൻ പറ്റൂല. അതങ്ങനത്തെ കുട്ടിയാണിത്. അതേ സമയത്ത് സയ്യിദുനാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രം, അങ്ങനെ ഒരു താരീഖുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസ്ത്രം അഴിച്ച് കല്ലിൽ വെച്ചിട്ട് കുളിക്കടവിലിറങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താ പറയുക, പുരുഷന്മാർക്കുള്ള അവയവം ഇല്ല എന്ന് പറഞ്ഞ് പരത്തിയിരുന്നു ചില വിഡ്ഢികൾ. കല്ലിലേക്ക് വസ്ത്രം അയച്ചു വെക്കുന്നതോടുകൂടെ കല്ല് ഓടി അങ്ങാടിയിലേക്ക്. പിന്നാലെ മൂസാ നബി ഓടി. അങ്ങനെ ഒരു താരീഖുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മൂസാ നബിക്ക് ഇത് ഉണ്ട് എല്ലാവർക്കും മനസ്സിലായി. ഇതിവിടെ നടക്കൂല, അതിനൊക്കെ ഉഷളാക്കാൻ പറ്റൂല. അതിൻ്റെ ഔറത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഭാര്യ പറയാൻ, ഞാൻ ജീവിത റസൂലുള്ളാഹിന്റെ ഔറത്ത് കണ്ടിട്ടില്ല. മറഅയ്തു മിൻഹു, ഞാൻ റസൂലുള്ളാഹിന്റെ ഔറത്ത് കണ്ടിട്ടില്ല. അപ്പം കാണാൻ പറ്റൂല. അതൊരു വാക്കാണ്. ഞാൻ അപ്പുറത്തേക്കും കുട്ടികളാണ്, ചിലക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു മഹ്ഫൂളിങ്ങളാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദറിന് തെറ്റ് ചെയ്യാൻ പറ്റൂല, നടക്കൂല. ഒരിക്കൽ കള്ളുകൂടി നടക്കൂല, വ്യഭിചാരം നടക്കൂല. അവർ ബാബ മുതുകുന്ന കുത്തുബായി വന്നവരാണ്, മദ്രസ പഠിച്ചിട്ടില്ലല്ലോ. അവർക്ക് അല്ലാഹു തആല ഇതങ്ങോട്ട് വീഴ്ക്കിയിട്ടുണ്ട്. എവിടുന്ന് ആലമുൽ അർവായി തന്നെ ഖുർആൻ വീഴ്ക്കിയവരാണ്. അങ്ങനെ എത്ര ആളുണ്ട്? കാപ്പിലുണ്ടായിരുന്നൊരു മല്ലാക്ക, മാമുല്ലാക്ക ഹാഫിള ജനിക്കുമ്പോൾ കേട്ടിട്ടില്ലേ? ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. കാപ്പിന് എനിക്കറിയാം. എൻ്റെ ഉസ്താദ് ഉമർ മുസ്ലിം കാപ്പ. ഇപ്പം അവിടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജുണ്ട് മാമുല്ലാക്കാൻ്റെ പേരിൽ. മാമുല്ലാക്ക് ജനിച്ചപ്പോൾ ഹാഫിളാണ്, ജനിക്കുമ്പോൾ ഹാഫിളാണ്. പഠിച്ചിട്ടല്ല, ജനിക്കുമ്പോൾ ഹാഫിളാണ്. അതിനെന്താ ഞാൻ തെളിവ് പറഞ്ഞില്ല. ഈ കുട്ടിയെയും കൊണ്ട് ഈ മൊല്ലാക്കാൻ്റെ മാമുല്ലാക്കാൻ്റെ ബാപ്പ പിന്നെ മൊല്ലാക്കിയിരുന്നു. കുട്ടികളെ കൂട്ടി ഓത്തുപിടിപ്പിക്കും. അങ്ങനെ ഈ 2 വയസ്സായ സമയത്ത് ഈ കുട്ടീനെ കൊണ്ട്, ചെറിയത് 1.5 വയസ്സോ 2 വയസ്സോ വർത്തമാനം പറയാൻ പ്രായമായ സമയത്ത് ഈ കുട്ടീനെയും കൊണ്ട് ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടി അവിടെ ഓതണ മൂല്യരെ ഓത്ത് കേട്ടാണ്ട് കുട്ടി പറഞ്ഞു, ആ ഓതര തെറ്റാണ്. ഈ 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടി അപ്പം ഉണ്ടായിരിക്കടാറും കുട്ടി വെറുതെ പിരാന്ത് പറയുന്ന മനസ്സിലാക്കി, അത് ഓതണ തെറ്റാണ്. പിന്നെ അങ്ങനെ പലവട്ടം പലരും ഓതുന്നത് തെറ്റാണ് കുട്ടി പറഞ്ഞു. അപ്പോൾ ഈ മുഅമ്മുല്ലാക്കാൻ്റെ ബാപ്പ പള്ളിയിൽ പോയി പറഞ്ഞു, പള്ളിയിലെ വലിയ ഉസ്താദിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ പറയണ്ട കുട്ടി ഇടക്കിടക്ക്, അത് തെറ്റാണ്, ഓത്ത് തെറ്റാന്ന്. അപ്പം ഞാൻ കുട്ടീനെ വിളിക്കുന്നതാണ്. കുട്ടീനെ കൊണ്ടുവന്നു ഉസ്താദ് ഓദിച്ചു. നോക്കുമ്പോൾ മണിയാ ഓത്ത്. ഖുർആൻ മണി തജ്വീദ് എങ്ങനെ ഒഴുകുക, മുസാഫ് നോക്കാതെ. അപ്പം കാപ്പിലുള്ള ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി കുട്ടീനെ ഓത്ത് വെക്കാൻ വേണ്ടി. ഇത്ര പോന്ന വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ ഊതി ജനങ്ങളൊക്കെ അന്തം വിട്ടു. അപ്പം കാപ്പിലുള്ള വലിയ മുതലാളിമാർ മദ്രസയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആരെ? മാമുല്ലാക്കാൻ്റെ വാപ്പാനെ. ഇജേ ഞങ്ങൾ ശമ്പളം വാങ്ങുക, എൻ്റെ കുട്ടീനെ ഒറ്റയ്ക്ക് പഠിപ്പിക്കുക. മാമുല്ലാക്ക് പറഞ്ഞ വർത്താനം എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്.
പള്ളി മദ്രസന്ന് പിരിച്ചു വിട്ടു. ഓത്തുള്ളി വേനൽക്കാലത്ത് മദ്രസയിലെ ഓത്തുള്ളിയാണ്, പിരിച്ചു വിട്ടു. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ കന്യന് മദ്രസയിലും മകരത്തിലും നെല്ലും അങ്ങ് ഞങ്ങളെ കുട്ടിയൊക്കെ ഓത്തില്ല, എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുക. ജോലി നഷ്ടപ്പെട്ട് വീട്ടിലെ തിണ്ണയിൽ വന്നിരുന്നിട്ട് ബാപ്പ കരഞ്ഞു, എൻ്റെ ഓത്തുകൊണ്ട് പോയി നമ്മളെ കഞ്ഞി മുടങ്ങി. അപ്പോഴാണ് എണ്ണിക്കമ്മ സാഹിബ് ഇതറിഞ്ഞത് അങ്ങനെ കുട്ടിയുണ്ട്. അങ്ങനെ കാളവണ്ടി കൊടുത്തയച്ചു മണ്ണാർക്കാട് നിന്ന് കാപ്പിലേക്ക്. അക്കാലത്തൊക്കെ വാഹനം കാളവണ്ടിയാണ്. അങ്ങനെ കാളവണ്ടിക്കൊക്കെ ബോഡിയൊക്കെ കെട്ടി കുട്ടീനെ ആനയിച്ചു കൊണ്ടുപോയി. അപ്പോഴത്തേന് വലിയ മലയാളിയല്ലേ, ഖാൻ ബഹദൂറാണ് ആര്, എണ്ണിക്കമ്മ സാഹിബ്. എണ്ണിക്കമ്മ സാഹിബിൻ്റെ ദർബാറിൽ ആളുകൾ പോരും ജനം മണ്ണാർക്കാട്ടിലൊക്കെ കൂടി ഓദിച്ചിട്ട് കൂട്ടി ഇങ്ങനെ മണിയായി ഓതി. എണ്ണിക്കമ്മ സാഹിബ് കുട്ടിക്ക് 100 റുപ്യ പാരിതോഷികം കൊടുത്തു. അന്ന് 1 റുപ്യക്ക് 1 ഏക്കർ കിട്ടും അക്കാലത്ത്. ബാപ്പാക്ക് അള്ളാഹു എല്ലാ നിയമത്തിനും കൊടുത്തു ഈ കുട്ടി കാരണം. ഈ മനുഷ്യന് എങ്ങനെയല്ല നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, ഹാഫിളായി വന്നതാണ്. എവിടുന്ന്? ആലമുൽ അർവാഹിന് ഹാഫിളായി വന്നതാണ്. അതിൻ്റെ അപ്പം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു എന്തൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം ഇതൊക്കെ ഇവിടെ ഞാൻ പറയാൻ കാരണം എന്താ, ഇബ്രാഹിം നിയാസ് പറയണ എന്നെ പിന്തുടർന്നോളി, എന്നെ പിന്തുടർന്ന് ഞങ്ങൾ പരാജയപ്പെടില്ല. അവർ മനസ്സിലാവേണ്ട പറഞ്ഞത് ഓരോന്നിനുണ്ട്. നമ്മളൊക്കെ എത്രയാണെങ്കിലും അത് മുക്കുപണ്ടാണ്. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങളാണ് മൂല്യന്മാരൊക്കെ. തങ്കല്ല, ഔലിയാക്കൾ തങ്കാണ്, മൂല്യർ തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം. അത് ഇടക്കിടക്ക് മുക്കണം, ചില മുക്കൂല. അപ്പം പിന്നെ ഉള്ളിലുള്ള മനസ്സിലായില്ല, ഉള്ളിലുള്ള ഈ ഇരുമ്പ് പുറത്തേക്ക് ആടും. സാധനം ഇരുമ്പാണ്, ഇരുമ്പിൻ്റെ മേലെ എന്ത് ചെയ്താണ്, സ്വർണം പൂശിയത, സ്വർണ്ണ കളർ പൂശിയത. അത് മാസത്തിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം, മുക്കണം. മൂല്യന്മാർ മുക്ക് പണ്ടാണ്, ഔലിയാക്കൾ ഒറിജിനൽ. അവർ അവിടുന്ന് തന്നെ ഔലിയാക്കളായി വരിക. ഇവിടെ ഒരു പണിയൊലിക്കില്ല. കെസ്ബി അല്ല, വഹാബിയാണ്. 2 തരണ്ട്. അള്ളാഹു തആല വഹാബി അവിടുന്ന് തന്നെ കൊടുത്തു വിടും, ചിലത് ഇവിടുന്ന് പഠിച്ചെടുക്കും. ഇപ്പം മാമുല്ലാക്കാൻ്റെ ഖുർആൻ വഹാബിയാണ്, ഇപ്പം ഇവരെയൊക്കെ ഖുർആൻ കെസ്ബിയാണ്. ഇവർ ശരിക്കും ഇവിടെ ദൗറുണ്ട്. നേരം എടുത്താൽ ഒരു ജുസ് ഉസ്താദ് ഓതി കൊടുക്കണം. ഓതി കൊടുക്കും? 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഓതി കൊടുക്കും. ഓതി കൊടുക്കൽ ഇവർക്ക് നിർബന്ധമാണ്. മനസ്സിലായില്ല? നമ്മളെ ഓരോ ക്ലാസ് നേരത്തെ വരെ ഹാഫിളാണ്, പിന്നെ ഓരോ ദിവസം വരെ ഒരു ജുസ് ഇവർക്ക് ഖുർആൻ ഓതി കൊടുക്കണം. എന്തുകൊണ്ട്? ഓതിയിട്ടില്ലെങ്കിൽ മറക്കുവർ മുക്കുപണ്ടാണ്. മാമൂലാക്കിയോ മുക്കുപണ്ടല്ല. മാമൂലാക്കി എങ്ങനെ മറക്കണം? ഇതാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ ഇവിടെ വന്നിട്ട് കെസ്ബ് ചെയ്തില്ല. കെസ്ബ് ചെയ്ത വലിയ ഔലയാണ്, വലിയ ആവൊക്കെ ചെയ്യും. പക്ഷേ 2ാം നമ്പർ വലിയാണ്, 1ാം നമ്പർ വലിയല്ല. വലിയ തന്നെ പല സൈസുണ്ട്. നിങ്ങൾ ഈ എല്ലാ ഔലിയാക്കളും ഒരുപോലെ ഒന്നും വിചാരിക്കണ്ട. അത്യാവശ്യം നിസ്കരിച്ച് 9 അല്ലൽക്കാരനാ തന്നെ ഔലിയ പാപ്പയായി. പക്ഷെ കെസ്ബിയ വലിയ. സിഎം അങ്ങനെയല്ല, സിഎം കെസ്ബിയ വലിയല്ല. കെസ്ബൊക്കെ ഉണ്ടായിട്ടുണ്ടോ, പക്ഷെ കെസ്ബിൻ അതൊന്നും ഇല്ല, അവർക്ക് ഒന്നും ആവശ്യമില്ല. അവിടെ നിന്ന് തന്നെ ക്ലിയറാക്കി വിട്ടതാ. അതാണ് ബാബാ മുതുകിന്ന് കുത്തുബായി വന്നവർ. ഇവർ ബാബാന്റെ മുതുകിന്ന് കുത്തുബാണെങ്കിൽ കുത്തുബുൽ അഖ്താബ് നബിയുൽ അംബിയാവാണ്, ആദമിൻ്റെ മുമ്പ് മുഹമ്മദ് മുസ്തഫ. പറഞ്ഞാൽ മനസ്സിലായി? അതന്നെ, അതാണ് അതിന് കാരണം. ചിന്തിക്ക്. അതാണ് അതിൻ്റെ മുതൽ, അതാണ് അതിൻ്റെ മുതൽ, അതാണ് അതിൻ്റെ മുതൽ. ആ മുതൽ കൊണ്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുതുക് ആ മുതൽ ഈ മണ്ണിൽ കയറ്റിയപ്പോൾ ആ മണ്ണിന് വില ഉണ്ടായതാണ്. അതിനിറക്കിയാലോ അതിന് ആ മണ്ണിന് വിലയില്ല. അബൂജഹലിന്റെ മണ്ണിന് വില ഇല്ല, ആദമിൻ്റെ മണ്ണിന് വില ഉണ്ട്. അബൂജഹലിൻ്റെ മണ്ണിന് വിലയില്ല, ആദമിൻ്റെ മണ്ണിന് വിലയുണ്ട്. എന്തുകൊണ്ട്? ഇതാണ് സാധനം എന്ന് ആദം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അബൂജഹൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പം വിഷയത്തിൻ്റെ മർമ്മമാണ് ഇതുവരെ നിങ്ങളോട് പറഞ്ഞ് നല്ലോണം ചിന്തിക്കണം. ഈ ആയത്തൊക്കെ വല്ലാത്ത ആയത്താ, ഭയങ്കര ആയത്താണ്. ഞാൻ പറഞ്ഞു പോയതാണ് ഇതിൻ്റെ ഇടയിൽ. ഇതിപ്പോൾ ഈ ഖുർആൻ
ഈ ഖുർആനിൽ ഓർക്കും അറിയാത്തതുണ്ടാവും, അതാർക്കേ അറിയൂ. ഇനിയിപ്പോൾ ഈസാ നബി മഹ്ദി ഇമാമും ഒക്കെ വന്നാൽ കുറച്ചും കൂടി അറിയും. എന്നാലും അവർക്കും അറിയാത്തത് ആർക്കറിയും? റസൂലുള്ളാഹിക്ക് അറിയും. റസൂലുള്ളാഹിക്ക് അറിയുന്നത് പൂർത്തിയായി ഈ ലോകത്തിലൊക്കെ അറിയില്ല. ഇപ്പം നമ്മൾക്ക് ഖുർആനിൽ നിന്ന് നമുക്ക് അറിയുന്ന തഫ്സീറുകളൊക്കെ അറിയും. ഇനിയിപ്പോൾ അതിനേക്കാൾ ഉള്ള ഒരാൾ ഇനി ഇവിടെ വരും. ആര് വരും? മഹ്ദി ഇമാമു വന്നാൽ കുറച്ചുകൂടി പറഞ്ഞുതരും, ഈസാ നബി വന്നാൽ പറഞ്ഞുതരും. പക്ഷെ അവർക്കും അറിയാത്തതും ആർക്കറിയും? റസൂലുള്ളാഹിക്ക് അറിയും. അവരൊന്നും കട്ടില്ല, അവർ റസൂലുള്ളാഹ് കൊടുത്താണ്, കുറച്ച് ഏറെ കൊടുത്തു എന്നേ ഉള്ളൂ. ചിന്തിക്ക്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ റസൂലുള്ളാഹിനെ പിൻപറ്റിയാണ് അടിസ്ഥാനപരമായി വേണ്ടത്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിനെ പിൻപറ്റുക. റസൂലുള്ളാഹ് അത് തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. ആ ആളെ ഒരു ആമിന പ്രസവിച്ച യതീമായ കുട്ടീനെ മനസ്സിലാക്കിയാൽ നിനക്ക് ദീനില്ല. ആ കുട്ടിയെ അബൂ താലിബിന്റെ വീട്ടിലെ ആടുമേക്കാരൻ കുട്ടീനെ മനസ്സിലാക്കിയാൽ നിനക്ക് എത്ര സംസ്കാരം ഉണ്ടെങ്കിൽ നിനക്ക് ദീനില്ല. ആ കുട്ടി അബ്ദുൽ മുത്തലിബിന്റെ കൂടെ നടന്നിരുന്ന സാധുവായൊരു കുഞ്ഞുമോൻ എന്ന് മനസ്സിലാക്കിയാലും നിനക്ക് ദീനില്ല. നിനക്ക് ദീനുണ്ടാണെങ്കിൽ ആ മനുഷ്യനെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ് എന്ന് മനസ്സിലാക്കണം. ആ കട്ട നിന്റെ ഹയാത്തിൽ നീ ഒന്നിങ്ങനെ കൊടയണം. അത് നീലത്തിന്റെ കട്ടയാണ്. നിന്റെ തൊട്ടിയിൽ അതൊന്ന് കുടഞ്ഞാൽ രക്ഷപ്പെടും. നമുക്ക് കുടയാൻ കഴിഞ്ഞില്ലെങ്കിൽ കുടഞ്ഞോരെ ഒപ്പത്ത് കണക്ക് കയറിയാലും മതി. അതാണ് പറഞ്ഞത്, 1000 കിതാബ് മനപ്പാടമാക്കുന്നതിനേക്കാൾ നല്ലത് കണ്യത്തിന്റെ കൂടെ 3 ദിവസം നടക്കലാണ്. എന്തുകൊണ്ട്? കണ്യത്തിന്റെ വെള്ളത്തിൽ മുഹമ്മദിയത്തുണ്ട്. മുഹമ്മദിയത്ത് എന്ന നീലക്കട്ടയിൽ നിന്ന് കണ്യത്തിന്റെ ആ തൊട്ടിയിൽ ഒന്നിങ്ങനെ മുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ കണ്യത്തിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ എന്താ ചെയ്യേണ്ടത്? ഇനി മുഹമ്മദിയത്തെ പഠിക്കണ്ടുള്ളൂ, ഒരു കിതാബും പഠിക്കേണ്ടതില്ല. മുഹമ്മദ് മുസ്തഫാക്ക് ഇത് പഠിക്കേണ്ടതില്ലല്ലോ. റസൂലുള്ളാഹിക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ കലാം തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ വലുതാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടെന്നാൽ ഇത് പഠിച്ചാലും പഴിച്ചു. റസൂലുള്ളാഹിൽ എന്തില്ല? പേഴ് പറഞ്ഞ സംഭവമില്ല. ഒരാൾ ഇത് പഠിച്ചു, റസൂലുള്ളാഹിനെ പിൻപറ്റില്ല, പഴിച്ചു. ഒരാൾ റസൂലുള്ളാഹിനെ പിൻപറ്റി, ഇത് പഠിച്ചില്ല, ഒരു ചുക്കും വരെ പോണില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലേ? അവിടെയാണ് ചേകനൂരിനെ പഠിച്ചൊക്കെ പഠിച്ചത്. അതന്നെ ഇപ്പോൾ ചില കള്ളന്മാർക്ക് വെക്കുന്നത്. ഒരു ഖുർആൻ അർത്ഥം വെക്കും. ആരെ പിൻപറ്റൂല? റസൂലുള്ളാഹിനെ പറ്റൂല. ഖുർആൻ പഠിക്കേണ്ട ഒരു നിർബന്ധമില്ല. ആരെ പിൻപറ്റൽ നിർബന്ധമാണ്? ഖുർആൻ പഠിക്കുന്ന ഒരു നിർബന്ധമില്ല. കൈയോടെ പിടിച്ചാൽ മതി. നബിയെ പിൻപറ്റൽ നിർബന്ധം. ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒരാൾ നബിയെ പിൻപറ്റി ഒന്നും പഠിച്ചില്ല, ഒരു കുഴപ്പമില്ല. ഒരാൾ എല്ലാം പഠിച്ചു, നബിയെ പിൻപറ്റി കഫറ. ഒരാൾ നബിയെ പിൻപറ്റി ഖുർആൻ പഠിച്ചില്ല, മുഅ്മിന. ഒരാൾ ഖുർആൻ പഠിച്ചു, നബിയെ പിൻപറ്റിയില്ല, കഫറ, പക്ക കഫറ. അപ്പോൾ മർമ്മം എവിടെയാണ്? നബിയാണ്, മുഹമ്മദ്. അതിനേക്കാൾ വലിയ ഒന്നുമില്ല. ബാക്കിയൊക്കെ നല്ലതാണ്. ഒക്കെ നല്ലതാണ്. പുതിയ സൽക്കാരുണ്ടാക്കുക പറഞ്ഞ ഒരു കോഴിപ്പൊരി ഉണ്ടാവും. അൽഹംദുലില്ലാ. ആടിൻ്റെ സൂപ്പൊക്കെ പിന്നൊരു ഞങ്ങൾ പോയപ്പോൾ ഒരാൾ ആടിൻ്റെ സൂപ്പ് ആയിക്കോട്ടെ, നല്ലതാണ്, അൽഹംദുലില്ലാ. ആടിൻ്റെ സൂപ്പാകാം, കോഴിൻ്റെ തലയാകാം, ആടിൻ്റെ തലയാകാം, മറ്റേ 65, 64 ഒക്കെ ആകാം. പക്ഷെ എന്ത് വേണം? ചോറ് വേണം. ചോറില്ല, 65 ഉണ്ട്. അതിനെന്തോ വിഷയമുള്ളു. ഇല്ലെങ്കിൽ ചോറോ പത്തിരി എന്തെങ്കിലും സാധനം വേണം. അതിൻ്റെ താപിയാണ് ഇതൊക്കെ. ചോറ്, പത്തിരി, ഓറിഞ്ഞ് പൊറാട്ട ആയാലും വേണ്ടില്ല. മനസ്സിലായില്ല? അതിൻ്റെ മേലുള്ളതാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അത്രയേ ഉള്ളൂ. ഇവിടെ ഏറ്റവും അടിസ്ഥാനം നബിയെ പറ്റില്ല. ഖുർആൻ പഠിച്ചു, അൽഹംദുലില്ലാ. ഖുർആൻ പഠിച്ചില്ല, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, കുഴപ്പമില്ല. എന്ത് പ്രശ്നം? ഖുർആനിലാകെ പഠിക്കേണ്ട ഒരു സുഹൃത്തുള്ളൂ, അത് ഫാത്തിഹ. അത് 10 മിനിറ്റ് പഠിക്കുകയും ചെയ്യാം, ഇറങ്ങാറേണ്ട ആവശ്യം. പക്ഷെ നബിയെ പിൻപറ്റൽ നിർബന്ധം, അല്ലെങ്കിൽ കഫറാവും. അപ്പൊ ദീനിന്റെ മർമ്മം എന്താ? ഒന്നല്ല, നബിയാണ്. ദീനിന്റെ മർമ്മം മുഹമ്മദ് മുസ്തഫയാണ്. അതിനപ്പറഞ്ഞൊന്നുമില്ല. അവസാനിപ്പിക്കുകയാണ്. ഇത് കുറേ ഉണ്ട്, ചില സമയത്ത് അങ്ങനെ ആയിരിക്കും. ഞാൻ അപ്പം അങ്ങനത്തെ മുഴുവൻ പറഞ്ഞ് തീർക്കണം വിചാരിച്ച തീരും വേണ്ടങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ഹബീബാണ് ദീൻ.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിസ്സൻ വമഅന എല്ലാ നിലയിലും നബിയെ പിൻപറ്റുക, എല്ലാ നിലയിലും പിൻപറ്റുക, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നബിയെ പിൻപറ്റുക, എല്ലാ നിലയിലും പിൻപറ്റുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞില്ലേ, ലൈലാൻ്റെ മതിലിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ദ്വാരമുണ്ട്, അതിൽ കൂടെ ഒരു പട്ടിക്കുട്ടി ചാടിയാലും ഓൻ ആ പട്ടിക്കുട്ടിനോട് ഇഷ്ടമാണ്. പട്ടിയെ പറ്റി കവിത എഴുതും. പട്ടി ഫമാ പട്ടി ഫലം ആറാമിത്തില എന്ന് പട്ടിനെ പറ്റി കവിത എഴുതും. എന്തുകൊണ്ട്? അത് ലൈലാൻ്റെ മതിലിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയ പട്ടിയാണ്. പട്ടിനോടല്ല ഇഷ്ടം, ലൈലാനോടാണ്. അതേ സമയത്ത് ലൈലക്കെതിരെ വന്നിട്ടൊരു പട്ടി ലൈല പെരീന്ന് ഇറങ്ങിയപ്പോൾ പട്ടി കുരച്ചാലോ അതിനെ തച്ചു വന്നിട്ട് വേറെ വല്ലോണം എടുക്കുള്ളൂ. അപ്പം പട്ടിൻ്റെ ആളല്ല, ആരാളാണ്? ലൈലൻ്റെ ആളാണ്. അത് തലേ കയറ്റിക്കോ. അനക്ക് അള്ളി റസൂല വേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മർമ്മം. അപ്പം അത് കിട്ടിയോടെ പിടിക്കണം. അതാണ് സിറാത്തൽ ലദീന, അതൊക്കെ നീലം കൽക്കലാണ്. നമുക്കൊന്നുമില്ല, നമുക്ക് അവർ വെള്ളം പോലും നമുക്കില്ല. നമ്മൾ ഓരോട് വെള്ളം ഒന്ന് ചോദിക്കണം, നമ്മളെ കുപ്പായം അതിലൊന്ന് ഇട്ടെടുത്തൂടെ, ബസ് അത്രയേ ഉള്ളൂ. നമുക്ക് വെള്ളവും കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ണിയത്ത് മുക്കിയെടുത്ത് ഒന്ന് കണ്ണിയത്തിന് നീലത്തിൻ്റെ കട്ട കിട്ടി. നീലത്തിൻ്റെ കട്ട മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരെയൊക്കെ പിൻപറ്റി നല്ലവരായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മർമ്മം പഠിച്ചോളി, മർമ്മം. പിന്നെ അതിൻ്റെ ഇവരൊക്കെ എല്ലാ അള്ളാഹുവിൻ്റെ മശായിഖന്മാരും ഒക്കെ നല്ലവരെല്ലാവരും, ഞാൻ പറഞ്ഞതെല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും ഇന്നൊരു കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞത് ഇന്ന് പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമാണ്. മൗലിയരും വലിയൊന്നും വ്യത്യാസമുണ്ട്. വലിയ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണമാണ് മൗലിയർ. അത് ഇടയ്ക്കിടയ്ക്ക് മുക്കണം. ഖുർആനിലും സുന്നത്തിലും മുക്കിയിട്ടില്ലെങ്കിൽ നന്നാവില്ല. എന്നാൽ മശായിഖ് അങ്ങനെയല്ല. മശായിഖ് എന്ന് പറഞ്ഞാൽ അത് തങ്കാണ്, മേലൊന്നുമില്ല, തങ്കമാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്കാണ്, ഷെയ്ഖ് റിഫായി ഒരു തങ്കാണ്, ഷെയ്ഖ് ഖാജ ഒരു തങ്കമാണ്. അതൊക്കെ തങ്കായിട്ട് അയച്ചതാണ്. അവരെ പിൻപറ്റല നല്ലത്. ഇന്നത്തെ പേരൊക്കെ മോശമാണെന്നും അല്ല. കാര്യങ്ങളായി മനസ്സിലാക്കിക്കോളി. എന്നിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ജനങ്ങളെ പിൻപറ്റി നല്ലവരായി ജീവിച്ചാൽ ദുനിയാവും രക്ഷപ്പെടും. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. اللهم ربنا اغفر لنا ولآبائنا ولأمهاتنا والذين سبقونا بالإيمان. പഠിച്ചോനെ, നീ ഞങ്ങളെ നന്നാക്കി തരണമേ റബ്ബേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നസ്സല ഇലൈഹിം എന്നതിലൊക്കെ കിടക്കുന്ന കോടാനക്കോടി പൊരുളുകളുണ്ട്. ഞങ്ങൾ നന്നാവുന്ന ഒരളവിലുള്ള പൊരുൾ ഞങ്ങളിലേക്കും നീ ഇറക്കി തരണമേ റബ്ബേ. ഞങ്ങൾ നന്നാവുന്ന അളവ് ഞങ്ങളൊന്ന് നന്നായി കിട്ടണം. ആ അളവ് നീ ഞങ്ങൾക്കും അനുവദിക്കണമേ റബ്ബേ. നീയാണ് കരുണാവാരിധിയായ റബ്ബ്. നീ തന്നെയാണ് എല്ലാം ഒക്കെ നിന്റെ ഹസ്തത്തിലാണ്. നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. നീ ഞങ്ങളെ മക്കളെ സ്വാലിഹാക്കണമേ റബ്ബേ. നീ ഞങ്ങൾ നന്നാക്കി തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد والآل والصحابة وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.